ഒരൊറ്റ തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ചു മേടിച്ച് കഴിക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബൺ കേക്കിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട, വേഗം വായോ. അപ്പൊ നമ്മുടെ മിക്സിംഗ് ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് പാലിലേക്ക് ദാ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കാം. ഇതിപ്പോ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാല് തന്നെയാണ്. ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കി 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പാല് എത്രത്തോളമാണോ എടുത്തത് അത്രയും തന്നെ ഗോതമ്പ് പൊടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഇത്രയേ ഉള്ളൂ മിക്സിങ്ങിന്റെ പരിപാടി. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നല്ല ചൂടായ ഓയിലിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ കുഴിയുള്ള ഒരു തവിയിലേക്ക് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, തന്നെ ഇങ്ങ് വിട്ടു പോന്നോളും. നിറച്ച് ഓയിലിലേക്കല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത് കണ്ടോ. ഗ്യാസ് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ എടുത്ത് മാറ്റി അടുത്തതും ഇതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബൺ കേക്കിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വൈകുന്നേരത്തെ നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.